ഹരേ കൃഷ്ണ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഇന്ന് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ്റെ ഉച്ചപൂജ കളഭാഭിഷേകം ഭക്തകോടികളുടെ മനം കുളിർപ്പിക്കുന്ന വെണ്ണക്കണ്ണൻ ഭാവത്തിലാണ് അലങ്കരിച്ചിട്ടുള്ളത്. ഒരു കുഞ്ഞിക്കാല് മടക്കി വെച്ച് മറ്റേ കാല് കുറച്ച് ഉയർത്തി വെച്ച് ഇരിക്കണ ഉണ്ണിക്കണ്ണനാണ് ഇന്ന്. ആ കുഞ്ഞിക്കാലുകളിൽ പൊൻതലകൾ തിളങ്ങുന്നുണ്ട്. ഈ ഭാവം ഭക്തർക്ക് ആനന്ദം നൽകുക മാത്രമല്ല, ഭക്തരുടെ അരികിലേക്ക് എപ്പോൾ വേണമെങ്കിലും ഓടിയെത്താൻ തയ്യാറായ ഭഗവാന്റെ കാരുണ്യത്തെയും കൂടിയാണ് കാണിക്കുന്നത്. ആനന്ദമൂർത്തിയായി വെണ്ണക്കണ്ണനായിട്ട് ഭഗവാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഭഗവാന്റെ വലത് കയ്യിൽ ഭഗവാൻ ഏറെ ഇഷ്ടമുള്ള വെണ്ണയുണ്ട്. ആ വെണ്ണ കഴിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഇന്നത്തെ അലങ്കാരം. ഇത് ആത്മാവിൻ്റെ ശുദ്ധിയെയും, അതായത് വെണ്ണ പോലെ നിർമ്മലമായ മനസ്സ്, അതാണ് കാണിക്കുന്നത്. ഭക്തർ സമർപ്പിക്കുന്ന സ്നേഹത്തെയുമാണ്. ഭഗവാൻ അത് സ്വീകരിക്കണോ, ഭക്തർ സമർപ്പിക്കുന്ന സ്നേഹത്തെ, ആ മനസ്സിനെ ഭഗവാൻ സ്വീകരിക്കണോ എന്ന് കാണിക്കുന്നതിൻ്റെ സൂചനയാണ് ഇന്നത്തെ അലങ്കാരം. മറുകൈയിൽ പ്രിയപ്പെട്ട ഓടക്കുഴലും പിടിച്ചിട്ടുണ്ട്. ഒരു കയ്യിൽ ഓടക്കുഴലും മറുകൈയിൽ വെണ്ണ കഴിക്കുന്ന ഭാവത്തിലാണ് ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്നത്. പട്ടുകോണക അണിഞ്ഞിട്ടുണ്ട് ഭഗവാൻ. കുഞ്ഞിക്കുമ്പയുടെ സൈഡിൽ കൂടി ഇങ്ങനെ ചേർന്ന് കിങ്ങിനി പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട്. കഴുത്തിൽ അതിമനോഹരമായിട്ട് മാങ്ങാമാലയും ഒരു വലിയ പതക്കവും ഒരു വളയം പോലെയുള്ളൊരു മാലയും ഉണ്ട്. കൈകളിൽ കൈവളകളും തോൾവളകളും ഉണ്ട്. നെറ്റിയിൽ തിളങ്ങുന്ന സ്വർണ്ണഗോപിയുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കളും ഉണ്ട്. ഭഗവാൻ ഇങ്ങനെ സന്തോഷത്തോടെ, വെണ്ണ നുകരുന്ന സന്തോഷത്തോടെയുള്ള മന്ദഹാസമുണ്ട്. അത് കൂടുതൽ ശോഭ നൽകുകയാണ് നമ്മുടെ പൊന്നുണ്ണിക്ക്. ഭഗവാന്റെ തിരുമുടിയിൽ 2 മാലകളാണ് ചാർത്തിയിട്ടുള്ളത്. ഒന്ന് വെളുത്ത പൂക്കളും മാത്രമുള്ള ഒരു മാലയും, രണ്ടാമതായിട്ട് വെളുത്ത പൂക്കളും തെച്ചിപ്പൂവും കൂടി ചേർന്ന് ഇടകലർന്ന് കോർത്തുണ്ടാക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ള വേറൊരു മാലയും കൂടി ഉണ്ട്. കഴുത്തിൽ താമരപ്പൂവുകളും മാത്രമുള്ള ഒരു ഉണ്ടമാലയുണ്ട്. അതേപോലെ തന്നെ തെച്ചിയും തുളസിയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വേറൊരു ഉണ്ടമാലയും കൂടി ഉണ്ട്. പിന്നെ വിധാനമായിട്ട് മുകളിൽ ഇങ്ങനെ ചാർത്തി വയ്ക്കുന്നത് ഉണ്ടമാലകൾ തന്നെയാണ്. തെച്ചി, തുളസി, താമര എന്നിവയൊക്കെ കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നിരവധി മാലകളാണ് കണ്ണൻ്റെ മുകളിൽ വിധാനമായിട്ട് ചാർത്തിയിട്ടുള്ളത്. അത് ശ്രീലകത്തിനെ ഇങ്ങനെ മനോഹരിതാക്കിയിട്ട് മാറ്റുകയാണ്. നെയ്വിളക്കിൻ്റെ വെളിച്ചത്തിൽ, കളഭത്തിൻ്റെ സുഗന്ധത്തിൽ പുഞ്ചിരി തൂകിയിട്ട് വെണ്ണ കഴിക്കുന്ന ആ രൂപം കണ്ടു കഴിഞ്ഞാൽ സകല ദുഃഖങ്ങളും ചമച്ചു പോവും. നാമം ജപിക്കാൻ നാവുള്ളത് ഭാഗ്യല്ലേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭഗവത് രൂപം മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് ഉറക്കെ ഭഗവാന്റെ നാമം ജപിക്കാം. നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടി ഭഗവാന്റെ നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.